എല്ലാവരും ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തിരിക്കുക. നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇന്ന് മുതലുള്ള മെന്റി ക്വിസിന്റെ റെക്കോർഡഡ് വേർഷനും അതിന്റെ PDF-ഉം നമ്മുടെ AE മോക്ക് ടെസ്റ്റ് സീരീസിലുള്ള കോഴ്സിലേക്കായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തിലേക്ക് ഇട്ടിട്ടുണ്ട്, ചാറ്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. AE റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും ആണ്. സോ അതെന്താണെങ്കിലും പക്ക യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. ഓക്കെ, സോ ഞാൻ കോഡ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇന്നും നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗെയിം കോഡ് എന്ന് പറയുന്നത് 8047793. ഓക്കെ, ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഗായത്രി. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യോ? 62 ഞാൻ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് ഇഷ്യൂ എന്താണെന്ന് വാട്സപ്പ് ചെയ്യാം. അതെന്താണെങ്കിലും റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ നമ്പറിലേക്ക് ഒന്ന് ഇഷ്യൂ ഒന്ന് വാട്സപ്പ് ചെയ്യൂ ഗായത്രി. നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഗെയിം കോഡ് ഒന്ന് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇടാം. ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കയറാൻ പറ്റുന്നില്ലെങ്കിൽ ത്രൂ ആ ലിങ്ക് വഴി കയറുക. അപ്പൊ നിങ്ങളോട് ഗെയിം കോഡ് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ ഗെയിം കോഡ് വഴി കയറുന്നവരാണെങ്കിൽ 8047793 is the ഗെയിം കോഡ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ആർക്കെങ്കിലും കയറാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പറയാ. ഓക്കെ, നമുക്ക് 1 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ AE അതുപോലെ തന്നെ ഗേറ്റ് UPSC എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ചില ദിവസം ചില സബ്ജക്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ എല്ലാ സബ്ജക്റ്റും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സൈഡാണ് നിങ്ങൾക്ക് വീക്കർ എങ്കിൽ അത് ഈ ഒരു മെന്റി വഴി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആരെങ്കിലും നിങ്ങളുടെ ടഫ് സബ്ജക്ട് ഏതാണെന്ന് ചാറ്റിൽ പറയാമോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്ട് ഏതാണെന്നൂടെ ആരെങ്കിലും പറയാമോ? അതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഉൾപ്പെടുത്താം. ആൻഡ് ഓഫ് കോഴ്സ് മെന്റി നമ്മളുടെ മോക്ക് ടെസ്റ്റ് സീരീസിലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് ഏതാണ്? എല്ലാം ഈസി ആണോ? ഓക്കെ, ജയലക്ഷ്മിക്ക് RCC GT SA അതുപോലെ തന്നെ എൻവയോൺമെന്റലും ആണ് കുറച്ച് ടഫ് ആയിട്ടുള്ളത്. ഇത് 4ഉം കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഒരു 6 to 12 to 18 അല്ലെ, ആ ഒരു റേഞ്ചിലുള്ള മാർക്സ് വരുന്ന സബ്ജക്റ്റ് ആണ്. ഷെമീനയ്ക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഈ എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ഇന്ന് സ്റ്റീലിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഷെമീനയ്ക്ക് സ്റ്റീൽ ആണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ടഫസ്റ്റ് സബ്ജക്ട് ഒന്നുമില്ലേ? നമുക്ക് മെന്റിയിലേക്ക് പോയാലോ എന്നാ? ഓക്കെ, നമുക്ക് മെന്റി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, first question. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
Okay, if the material have different elastic properties in perpendicular direction, perpendicular എന്നുള്ള തന്നെ അതിലുണ്ടല്ലോ ഓർത്തോ. ഓക്കെ, ഓർത്തോട്രോഫിക് ആണ്. ഇൻ ഓൾ ഡയറക്ഷൻ ആവുമ്പോൾ എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടി ഇൻ ഓൾ ഡയറക്ഷൻ ആണ് ഐസോട്രോപിക്. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അനൈസോട്രോപിക്കിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? ഓർത്തോട്രോപിക്കിനെ പറയാം. ബിക്കോസ് അതിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് എന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഒരുവിധം എന്നല്ല, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അത് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോസ് ഏഞ്ചലസ് ടെസ്റ്റ് ഫോർ സ്റ്റോൺ അഗ്രിഗേറ്റേഴ്സ് യൂസ് ടു എക്സാമിൻ. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ. ഈ ഏരിയയിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ടെസ്റ്റിംഗ് ഓഫ് അഗ്രിഗേറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വാല്യൂസും ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാം. ഓക്കെ, സോ അതും ആരും തെറ്റിക്കില്ല എന്ന് തോന്നുന്നു. യെസ്, അബ്രേഷൻ റെസിസ്റ്റൻസ് ആണ് അല്ലെ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ റബ്ബ് അല്ലെ, വെയർ ആൻഡ് ടയർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ലോസ് ഏഞ്ചലസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്ന് ചാറ്റിൽ പറയാമോ? അഗ്രിഗേറ്റിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അഗ്രിഗേറ്റിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ് അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഗ്രിഗേറ്റിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? വെതറിങ് അല്ലെ, മഴയും വെയിലൊക്കെ വരുമ്പോ ആ വെതറിങ് ആക്ഷൻ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു. യെസ്, രേഷ്മയും അതുപോലെ ഷെമീനയും പറഞ്ഞിട്ടുണ്ട് വെതറിങ് ആക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമെന്റിന്റെ സൗണ്ട്നെസ്സും അഗ്രിഗേറ്റിന്റെ സൗണ്ട്നെസ്സും നമ്മൾ മാറിപ്പോവരുത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഏത് മോയ്സ്ചർ കണ്ടന്റിലാണ് നമ്മുടെ വെയിറ്റ് ഓഫ് ടിമ്പർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ആൻസർ തന്നിട്ടുണ്ട്. 3 പേര് തെറ്റിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ IS കോഡ് പ്രകാരം നമ്മൾ ഒരു ടിമ്പറിന്റെ വെയിറ്റും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ മോയ്സ്ചർ ഏത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റിലാണ് നമ്മളത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 12%. ഓക്കെ, 12% കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമ്മുടെ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എന്തെങ്കിലും ചോദിക്കാം, എയിലും ചോദിക്കാം. നിങ്ങൾ ഗേറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ IS UPSC ഒക്കെ ചോദിച്ചാൽ അതിന്റെ ചെറിയൊരു വകഭേദമാണ് നമ്മുടെ PSC എയുടെ ഒരു ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പൊതുവെ കാണാറുള്ളത്. സോ അതിലൂടെ കടന്നു പോവുക. ഓക്കെ, എല്ലാം വേണം എന്നല്ല, ചില ക്വസ്റ്റ്യൻ ചില ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു 4ാമത്തെ ചോദ്യം. ഓക്കെ, 4th ക്വസ്റ്റ്യൻ. ഒരു പേപ്പറും പെന്നും കയ്യിൽ കരുതുക. ഞാനത് പറയാൻ വിട്ടുപോയി. ഓക്കെ, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ. ഓക്കെ, ടൈം ഇങ്ങനെ കഴിയാറായിട്ടുണ്ട്. ഓക്കെ, സോ 16 പേര് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 2 വാട്ടർ സാമ്പിൾ ഉണ്ട്, എയും ബിയും. എയുടെ pH എന്ന് പറയുന്നത് 4.4 ആണ്, ബിയുടെ pH എന്ന് പറയുന്നത് 6.4 ആണ്. അപ്പൊ എ ബിയിനേക്കാൾ എത്ര ടൈംസ് ആണ് അസിഡിക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ അതൊരു ഫിഗറിലൂടെ അല്ലെങ്കിൽ ഒരു ഇമേജിലൂടെ ഞാനത് ചെയ്ത് കാണിച്ചു തരാണെങ്കിൽ നമുക്കറിയാം pH എന്ന് പറയുന്നത് H+ കോൺസെൻട്രേഷൻ തന്നെയാണ്, -log H+ ആണ്.
നമ്മൾ H+A ആൻസർ എടുക്കുകയാണെങ്കിൽ അത് തന്നിട്ടുണ്ട് എന്താ 4.4 ആണ് pH എന്ന് പറയുന്നത്. ബി സൊല്യൂഷന്റെ എന്താണ് 6.4 ആണ്. അപ്പോൾ A to B ആണ് കണ്ടുപിടിക്കേണ്ടത്. A എത്ര ടൈംസ് ബിനേക്കാന്നുള്ളതാണ്. സോ A/B റേഷ്യോ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁴.4 ലോഗ് കളയുമ്പോൾ ഡിവൈഡഡ് ബൈ 10⁻⁻6.4 വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 100 കിട്ടും. സോ A is എത്ര ടൈംസ് ആണ്? 100 ടൈംസ് അസിഡിക് ദാൻ B. ഓക്കെ, ഇവിടെ ഏത് വാല്യൂ വന്നാലും ഇപ്പോ സ്വതവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ നിങ്ങൾ ആ ഒരു മെത്തേഡ് വാല്യൂസ് ചിലപ്പോൾ മാറി വരാം. സോ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ നോക്കുക. ഓക്കെ, ഈ രീതിയിൽ തന്നെ ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് കാണാറുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. സോ ഒരു 16ഓളം പേര് അത് ശരിയാക്കിയിട്ടുണ്ട്. തെറ്റിച്ചവർ ഒന്നുകൂടെ എവിടെയാണ് B to A ആണോ അല്ലെങ്കിൽ എവിടെയാണ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഫാസ്റ്റ് ടു ഗെറ്റ് മോർ പോയിന്റ്സ്. എല്ലാവരും മെന്റിയിലൂടെ തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും മെന്റിയിൽ അത് ഉൾപ്പെടുത്താം. റിലേറ്റീവ് ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. സോ യെസ്, 27 ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Emax മൈനസ് ഇ ഡിവൈഡഡ് ബൈ Emax മൈനസ് ഇ മിനിമം ആണ്. ഇതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചെറിയ പ്രോബ്ലംസ്, ഇപ്പൊ നാച്ചുറൽ വോയിഡ് റേഷ്യോ തന്നിട്ട് മാക്സിമം വോയിഡ് റേഷ്യോ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ട് ഈ മിനിമം കണ്ടുപിടിക്കാനോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ന്യൂമറിക്കൽസ് ആയിട്ടും ചോദിക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മണ്ണ് ഡെൻസ് സ്റ്റേറ്റിലാണോ അതോ ലൂസസ്റ്റ് സ്റ്റേറ്റിലാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് അറിയാം എന്ന് തന്നെ വിചാരിക്കുന്നു. ഓപ്ഷൻ കാണുമ്പോൾ മാറിപ്പോവരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ. ഒരു പേപ്പറും പെന്നൊന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇതും ഇങ്ങനെ വാല്യൂ മാറ്റി മാറ്റി ചോദിക്കാറുള്ള ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമ്മുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ ഓക്കെ, സോ നമ്മളുടെ 70% ആൾക്കാരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുള്ളത്. സോ നമ്മൾക്കറിയാം നമ്മളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ബ്രാസ് റോഡ് ഓഫ് ലെങ്ത് 100 mm തന്നിട്ടുണ്ട്. ഒരു ടെൻസൈൽ ഫോഴ്സ് താഴോട്ടുള്ള ഒരു 50 kN തന്നപ്പോൾ അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ നമുക്കറിയാം സ്ട്രെയിന്റെ യൂണിറ്റ് ലെസ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എല്ലും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. സോ 0.001 ഇസ് ദി റൈറ്റ് ആൻസർ. അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർന്ന് വരുമ്പോൾ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നാം മേ ബി. ഓക്കെ, നിങ്ങൾ പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയതുകൊണ്ട് അറിയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ലാർജ് ഡയമെൻഷൻ ഓഫ് എ റെയിൽ. ഒരു റെയിലിന്റെ ലാർജസ്റ്റ് ഡയമെൻഷൻ എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. ഹൈറ്റ് ആണോ, ഫുട് വിഡ്ത്ത് ആണോ, ഹെഡ് വിഡ്ത്ത് ആണോ, എന്തും ആവാം. അങ്ങനെയാണോ? ഒരു മിനിറ്റ്. ഓക്കെ,
സോ 81% ശരിയാക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മേ ബി ഞാൻ തോന്നുന്നു ഇനി ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന്. ഇതിന്റെ ഹൈറ്റ് നോക്കൂ. നമ്മൾ റെയിലിന്റെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ താഴത്തെയാണ് നമ്മുടെ ഫുഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, മുകളിലെയാണ് ഹെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. എപ്പോഴും എന്തായിരിക്കും അവിടെ ഡയമെൻഷൻ കൂടുതലായിട്ടുള്ളത്? എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദി റെയിൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഈ ഫിഗർ റെയിലിന്റെ പാർട്സും അതുപോലെ തന്നെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ എന്തോ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ തെറ്റിച്ച പോലെ തോന്നുന്നു. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാണ്. ഇനി മുതൽ നമ്മളുടെ മെന്റിയുടെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലാണ് അവൈലബിൾ ആവുക. സോ മോക്ക് ടെസ്റ്റ് സീരീസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മളുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് മത്സരിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളും ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് അതെന്താണെങ്കിലും ഡെഫിനറ്റ്ലി വർത്ത് ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 8ാമത്തെ ചോദ്യം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ആൻസർ ഫാസ്റ്റ് ടു ഗെറ്റ് മോർ പോയിന്റ്സ്. Compared to a level surface on a descending gradient, the SSD. നോക്കാം എത്ര പേര് ശരിയാക്കും നോക്കാം. കുറച്ച് പേര് എയുടെ ക്ലാസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിരുന്നു. നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, 1 year വാലിഡിറ്റി. കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക കേട്ടോ. ഓക്കെ, കമ്പയർ ടു എ ലെവൽ സർഫസ് ഓൺ എ ഡിസെൻഡിങ് ഗ്രേഡിയന്റ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ ആയിരിക്കും. ഇത് ലെസ് ആണോ മോർ ആണോ എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം നമുക്ക് എന്താ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് റെഡിലി അവൈലബിൾ അല്ലെ. നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ കാണുമ്പോൾ വണ്ടി ആ ഒബ്സ്ട്രക്ഷനെ ഇടിക്കാതെ നമുക്ക് അവൈലബിൾ ആക്കി കിട്ടുന്ന ആ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയാ? നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയാ. അപ്പോ ഡിസെൻഡിങ് ഗ്രേഡിയന്റ്, ഒരു ഇറക്കം ഇറങ്ങി വരികയാണെങ്കിൽ എന്തായിരിക്കും? വെയിറ്റും നമ്മുടെ മൂവ്മെന്റ് ഡയറക്ഷനിലേക്കായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് ആ വണ്ടീനെ നിർത്താനായിട്ട് പറ്റില്ല അല്ലെ. നമ്മളുടെ ഇപ്പൊ നമ്മൾ ഒരു ഇറക്കം ഓടി വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് മുന്നോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് വെഹിക്കിളും. ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആകുമ്പോൾ SSD എന്താണ് ഉണ്ടാവുന്നത്? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ അവൈലബിൾ ആയിട്ട് കൊടുക്കേണ്ട ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടണം എന്നുള്ള കാര്യം നിങ്ങൾ ലോജിക്കലി ആലോചിക്കുക. അപ്പൊ ലെസ് എന്നുള്ളവർക്ക് കൺഫ്യൂഷൻ, കൺസെപ്റ്റിൽ വരുന്ന ചെറിയ ഒരു കൺഫ്യൂഷൻ ആണ്. സോ മോർ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. ഓക്കെ, mechanical extra widening requires for 10.5 meter wide pavement on a horizontal curve of r meter is given by. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ. ഓക്കെ, ഓക്കെ, നമ്മളുടെ എത്ര പെർസെന്റേജ് നോക്കാം? 21% ആൾക്കാർ മാത്രമേ ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുള്ളൂ. നമ്മൾക്കറിയാം എക്സ്ട്രാ വൈഡനിങ്, നമ്മളുടെ ഒരു വണ്ടി ഒരു ഹൊറിസോണ്ടൽ കർവിലൂടെ പോകുമ്പോൾ നമുക്ക് എന്താണെങ്കിലും അവിടെ വിടുത്ത് കൂട്ടി വരണം. അവിടെ ഓഫ് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സോ അവിടെ എന്താണെങ്കിലും നമുക്ക് വിടുത്ത് കൂട്ടി വരണം. മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാനത് ഇക്വേഷനിലൂടെ തന്നെ പറഞ്ഞുതരാം. മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് NL² ഡിവൈഡ് ബൈ 2R ആണ്. നമുക്ക് ഓൾറെഡി എന്താണ് 10.5 മീറ്റർ വൈഡ് ആണ് റോഡ്. സോ അപ്രോക്സിമേറ്റ്ലി എത്ര ലെയിൻസ് ആയിരിക്കും? 3 നമ്പർ ഓഫ് ലെയിൻസ് ആയിരിക്കും 10.5 വൈഡ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുമ്പോൾ N നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് 3L² by 2R. ഓക്കെ, സോ L² by 2R അല്ല, വിഡ്ത്ത് ഓഫ് ദി റോഡ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടൊക്കെയാണ് നമ്മുടെ എന്താ പറയാ, നമ്മൾ ശ്രദ്ധ തെറ്റി നമ്മുടെ മാർക്ക് പോകുന്ന സ്ഥലങ്ങള്. സോ 3L², ആ NL² by 2R വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത്
ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചധികം പേര് ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പോ നമ്മളുടെ അടുത്തത് വരുന്നത് ഒരു ലീഡർ ബോർഡ് ആണ്. സോ ഫാർ ആകാശ്, ഹിമ, ദേവി, മൃദുല, ഡ്രാഗണൈറ്റ്, സിയ, ഭാഗ്യ, വിപിൻ, ജോ, GP എന്നിവരാണ്. ആകാശ് നമ്മുടെ കൂടെ ഉണ്ടോ? ആകാശ് ഒന്ന് പറയാമോ? AE എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ? എങ്ങനെയാണെന്നൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ ആകാശ്? ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ, എങ്ങനെയാ പോകുന്നേ എന്ന് പറയാമോ? ഹിമ, അതുപോലെ ദേവി, മൃദുല, ഡ്രാഗണൈറ്റ് പേര് മാറിയതാണോ? സിയ, ഭാഗ്യ. ഓക്കെ, ഇന്ന് അഭിലാഷ് ഒക്കെ ഉണ്ടോ? നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്നലെ അഭിലാഷ്, അതുപോലെ ഇന്നലെ ഫസ്റ്റ് വന്നത് ജോണിയാണ്. അവരൊക്കെ ഉണ്ടോ എന്ന് കൂടെ ചാറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അവസാനം എങ്ങനെയാണെങ്കിൽ ഇന്ററാക്ട് ചെയ്യാം അല്ലെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. ഓക്കെ, സോ ആകാശ് തന്നെയാണ് ഫാസ്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതും. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു പേപ്പറും പെന്നും ഒക്കെ കയ്യിൽ കരുതുക. ഇന്നലെ കുറച്ച് ഭയങ്കര ടഫ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഒരു പൊടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ദ ഷിയർ സ്ട്രെസ്, തെറ്റിക്കരുത്. ഓക്കെ, സോ ഇതാരും തെറ്റിക്കില്ല ഓഫ് കോഴ്സ് അല്ലെ. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്. ആ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലീനിയർലി അല്ലെ, അത് ഡയറക്ട്ലി ആണ് അവിടെ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് പോകുന്നത്. സ്ട്രെസ്സും അതുപോലെ സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ ലിക്വിഡ് എന്താന്ന് പറഞ്ഞാൽ വേർ ഷിയർ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ റേറ്റ്, അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് സ്ട്രെയിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വാട്ടർ ഒക്കെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. വാട്ടർ ഇസ് എ ന്യൂട്ടോണിയൻ ബിക്കോസ് ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സംപ്ലിഫൈ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നോ മാറ്റർ ഹൗ ഫാസ്റ്റ് ഇറ്റ് ഇസ് സ്റ്റിർഡ് ഓർ മിക്സ്ഡ്. എത്ര തന്നെ ഇളക്കിയാലും കുത്തിമറിച്ചാലും ഒക്കെ എന്തായിരിക്കും, അത് അതിന്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് മാറില്ല, അതുപോലെ തന്നെ അത് നിൽക്കും. ഓക്കെ, അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് അല്ലായിരുന്നെങ്കിൽ നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുകയാണ്, ഷിയർ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് കിട്ടില്ല, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടില്ല, അതൊരു കർവ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. സോ ന്യൂട്ടോണിയൻ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് എന്തിന്, സ്ട്രെയിൻ റേറ്റിന് ഡയറക്ട്ലി അവിടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. വാട്ടർ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു 11th ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. The viscosity of a fluid ഓക്കെ, ഫ്ലൂയിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്. ഓക്കെ, ആദ്യം കണ്ട ആൻസർ ചെയ്തിട്ടുള്ള 17 പേരുണ്ട്. ഓൾമോസ്റ്റ് 52% ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. 45% പേരെ ശരിയാക്കിയിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? എന്താ ആരെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞേ ചാറ്റില്, എന്തായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ? എന്തുകൊണ്ടാ തെറ്റിച്ചത്? ആദ്യത്തെ ഓപ്ഷൻ കണ്ടപ്പോ നിങ്ങൾ 4 ഓപ്ഷനും വായിച്ചിട്ട് തന്നെ എക്സാമിന് ചെയ്യുക. കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ അറിയാം എന്ന് വിചാരിച്ച എക്സാമിനേഷൻ ഹാളിലൊക്കെ ആൻസർ ചെയ്ത് വന്നു. യെസ്, കൃഷ്ണപ്രസാദ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, viscosity of liquid decreases rapidly with an increase in temperature. Viscosity of fluid ആണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡിന്റെ കേസിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും ഗ്യാസിന്റെ കേസിൽ ഇൻക്രീസസ് വിത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും ആണ്. ഓക്കെ, അപ്പോ നമ്മൾക്കറിയാം ലിക്വിഡും ഗ്യാസിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. സോ ക്യാൻ ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ
കൃഷ്ണ പ്രസാദ് അത് ശരിയാക്കി എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആദ്യം തന്നെ വായിച്ച് ആൻസർ ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുക. എസ്പെഷ്യലി അവസാന ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ചോദ്യം ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും ചോദ്യങ്ങൾ മാക്സിമം സബ്ജക്ട് വൈസ് അല്ലാതെ റാൻഡ് ആയിട്ട് എന്താ പറയാ ഉറപ്പിച്ച് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ മാക്സിമം മോക്ക് ടെസ്റ്റ് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പ്രാക്ടീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വേറൊന്നും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. പഠിച്ചിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് അറിയാന്ന് കൂടെ നമുക്ക് അറിയണം. ഓക്കെ, നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 12th question. Okay, answer fast to get more points. ഡ്രാഗ് കോഎഫിഷ്യന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോക്സ് ലോ പ്രകാരം റെയ്നോൾഡ്സ് നമ്പർ വളരെ ചെറുതാകുമ്പോൾ ഡ്രാഗ് കോഎഫിഷ്യന്റ് എത്രയായിരിക്കും? ഓക്കെ, ഓൾമോസ്റ്റ് എത്ര പേര് 46% അത് ശരിയാക്കിയിട്ടുണ്ട്. സോ നമ്മൾക്കറിയാം റൈനോൾഡ്സ് നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട് 0.2 ലാമിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ RE<1 ഉള്ള കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാനൊരു ഇമേജിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, RE<1 ആണെങ്കിൽ അതായത് ക്രീപ്പിംഗ് ഫ്ലോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ലാമിനാർ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി നമ്മളുടെ സ്പിയർ ആണെങ്കിൽ അവിടെ തന്നിട്ടുള്ള ഡ്രാഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് 24 ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് റെയ്നോൾഡ്സ് നമ്പർ എത്രയാണ്, 0.2 എന്നുള്ളതാണ്. സോ ഡയറക്ട്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 24 ഡിവൈഡ് ബൈ 0.2 എന്ന് വെച്ചാൽ 120 ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടില്ല, പഠിച്ചവർ അത് ശരിയാക്കിയിട്ടുണ്ട്. പഠിക്കാത്തവരാണെങ്കിൽ, തെറ്റിച്ച ഇക്വേഷൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 13ാമത്തെ ചോദ്യം. IS 800-2007 is based on IS 800-2007 സ്റ്റീൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, സോ നമുക്ക് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് തന്നെയാണ് അല്ലെ. സോ 70% അത് ശരിയാക്കിയിട്ടുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് അതിന്റെ ഓൾഡർ വേർഷൻ എന്ന് പറയുന്നത് IS 800-1984 ആണ്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് മെത്തേഡ് ആയിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന IS 800-2007 ആണ്. അത് എന്തിന്റെന്ന് വെച്ചാൽ പ്രാക്ടീസ് ഓഫ് ജനറൽ കൺസ്ട്രക്ഷൻ ഇൻ സ്റ്റീൽ ആണ്. പൂർണ്ണമായിട്ടും ഇന്ത്യൻ യൂസിന്, ഓക്കെ, ഇന്ത്യൻ യൂസിന് വേണ്ടിയിട്ട് അവര് അതിലെ മാറ്റിയിരിക്കുകയാണ്. സോ IS 800-2007 ഏത് മെത്തേഡ്, ഡിസൈൻ ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ആണ്. ജസ്റ്റ് ഒരു അഡീഷണലി എന്നുള്ള പോയിന്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഏർലിയർ കോഡ് എത്രയാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞത്. ഓക്കെ, അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. സോ അതെല്ലാവർക്കും ക്ലിയർ ആയി ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഷെമീന സ്റ്റീൽ കുറച്ച് ടഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയലക്ഷ്മി RCC GTS ഒക്കെ ടഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണോ ടഫ് അത് എടുത്ത് ചെയ്യുക. എസ്പെഷ്യലി കഴിഞ്ഞ എക്സാംസിന് കോഡ് വെച്ചിട്ടുള്ള കോഡൽ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെറുതെ ഒക്കെ ബോറടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് കോഡിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക. ഓക്കെ, ഒരു രസമല്ലേ അത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ചോദ്യം. Meander ratio in an alluvial meandering river is given by.
പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. Okay, so time is up. 24% ആൾക്കാരാണ് ശരിയാക്കിയിട്ടുള്ളൂ. മിയാൻഡറിംഗ് എന്ന് പറഞ്ഞാൽ ആ സൈനസോഡൽ ആയിട്ടല്ലേ, സിക്സാഗ് ആയിട്ട് മെയിൻലി അത് കണ്ടുവരാറുള്ളത് അലൂവിയൽ റിവേഴ്സിലാണ് ഡെപ്പോസിറ്റ് ഉള്ളത് എന്ന് വെച്ചാൽ സൈഡിൽ ഡെപ്പോസിറ്റ് അതൊരു സിക്സാഗ് അല്ലെങ്കിൽ സൈനസോഡൽ ആയിട്ട് പോവാന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് പ്ലീസ് ഫോർഗിവ് മൈ ഡ്രോയിങ് സ്കിൽസ്. ഓക്കെ, അപ്പോ ഒരു മിയാൻഡറിംഗ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ മിയാൻഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആ മൊത്തമുള്ള ലെങ്ത് ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹൊറിസോണ്ടൽ വരുന്ന ഒരു ഔട്ടർ ടു ഔട്ടർ നമ്മൾ ചാനലിന്റെ സെന്റർ ലൈൻ വരച്ചിട്ടും ചില ഫിഗേഴ്സിൽ അതിന്റെ മിയാൻഡർ ബെൽറ്റിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ വിഡ്ത്ത് എന്ന് പറയുന്നത് മിയാൻഡർ ബെൽറ്റ് ആണ്. സോ മിയാൻഡർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MB/ML ആണ് മിയാൻഡർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാം. പ്രീവിയസ് അല്ല, ഒരു വർഷം മുന്നേ ഉള്ള ഗേറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മിയാൻഡർ വിഡ്ത്ത് ടു ലെങ്ത് എന്ന് പറയുന്നതും ശരിയാണ്, മിയാൻഡർ ബെൽറ്റ് ടു ലെങ്ത് എന്ന് പറയുന്നതും ശരിയാണ്. മിയാൻഡറിങ് ആ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ്, അതുപോലെ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 15th ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് തോന്നി ഓൾ ഓഫ് ദീസ് കാണുമ്പോ എല്ലാവരും എന്തിലേക്ക് പോവെന്ന്, ഓൾ ഓഫ് ദീസിലേക്ക് പോകുന്നു. സോ കാന്റിലിവർ ഷീറ്റ് പൈൽ ഡിറൈവ്സ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി, അതിന്റെ ലാറ്ററൽ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, അത് അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ഷീറ്റ് പൈൽ നമ്മുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് സൈഡിലുള്ള മണ്ണിന്റെ എന്ത് റെസിസ്റ്റൻസ് ആണ്, ആ ലാറ്ററൽ ആയിട്ട് വരുന്ന ആ റെസിസ്റ്റൻസ് ആണ് മെയിൻലി അതിന് എന്ത് കൊടുക്കുന്നത്, അതിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിർത്തുന്നത്. വെയിറ്റ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഷീറ്റ് പൈൽസ് ഒക്കെ നമ്മൾ ടെമ്പററി വാട്ടർ ബോഡീസിലൊക്കെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സിനൊക്കെ ഷീറ്റ് പൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് ഒരു ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ആ ഡാമിന് എന്താ നമ്മൾ പറയാ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ടെമ്പററി സ്ട്രക്ചർ അല്ലെ, കൺസ്ട്രക്റ്റഡ് ഇൻ വാട്ടർ ബോഡീസ് അല്ലെ, ടെമ്പററി വർക്ക്സിന് വേണ്ടി നമ്മൾ ഷീറ്റ് പൈലൊക്കെ, യെസ് അശ്വിനി പറഞ്ഞത് കോഫർ ഡാം ആണ്. അപ്പൊ കോഫർ ഡാമിന് നമ്മൾ എന്താണ്, ഈ ഷീറ്റ് പൈൽസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, രേഷ്മ അതുപോലെ തസ്കീൻ ഷമീൻ എല്ലാവരും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനും ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, 16ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. എപ്പോഴാണ് അതിനെ ഷിയർ വാൾ എന്ന് പറയാം? പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ. ഓക്കെ, ടൈം ഇസ് അപ്പ്. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലേ, ഷിയർ വാൾ നമ്മൾ ജനറലി സീസ്മിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വിൻഡ് ലോഡ് ആ രീതിയിലുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ എന്തിനെ പറയാ, ഷിയർ വാളിനെ പറയാം. സോ ഇഫ് ദ എർത്ത് ലോഡ് ഇസ് ഇൻ പ്ലെയിൻ, ഓക്കെ, അതിലേക്ക് വരുന്ന ലോഡ് ഐദർ എർത്ത് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രെസ്സും വെർട്ടിക്കൽ ആയിട്ട് സ്ട്രെസ്സും ഒക്കെ ആ സെയിം പ്ലെയിനിൽ തന്നെ വരുവാണെങ്കിൽ, ആ ലോഡ് ആ സെയിം പ്ലെയിനിൽ തന്നെ എടുക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷിയർ വാൾ എന്ന് പറയാ. ഞാനൊരു
ഒരു ചെറിയൊരു ഫിഗറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫിഗറിൽ നിങ്ങൾക്ക് അറിയാം ഫൗണ്ടേഷനിലേക്ക് എന്താണ് സീസ്മിക് ആയിട്ട് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെയൊക്കെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഷിയർ വാൾസ് നമ്മൾ യൂസ് ചെയ്ത്. ഒരു റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു RC ആയിട്ടുള്ള ഷിയർ വാൾ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ എ വാൾ വിച്ച് ക്യാരീസ് ഹൊറിസോണ്ടൽ ലോഡ് ഇൻ ഇറ്റ്സ് ഓൺ പ്ലെയിൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷിയർ വാൾ എന്ന് പറയുക. സോ ഓൺ ഇറ്റ്സ് ഓൺ പ്ലെയിൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ എർത്ത് ഷിയർ വാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കീവേഡ് ആണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും ആ ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ട് താനും. ഓക്കെ, സോ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിംഗ് ഓൺ ടു 17th question. Earth pressure distribution due to surcharge load Q per unit area. ഓക്കെ, സോ എത്ര പേര്, 58% ആൾക്കാര് ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചിട്ടെ, സർചാർജ് ഇല്ല, വെറുതെ മണ്ണ് മാത്രമാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? സർചാർജ് ഇല്ല, സോയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഷേപ്പിലായിരിക്കും എന്നുകൂടെ എനിക്ക് ചാറ്റിൽ പറഞ്ഞു തരാമോ? ജിതിൻ PU. ഓക്കെ, ജിതിൻ ട്രയാങ്കുലർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എവിടെയാ തെറ്റിച്ചെന്ന് മനസ്സിലായി. ഇതില് കീവേഡ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. എർത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ട്രയാങ്കുലർ എന്നാണ് വരിക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, സർചാർജ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടാണ് കേട്ടോ, റഫ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. സോയിൽ എലോൺ ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. സർചാർജ് ഉണ്ടെങ്കിൽ അതൊരു റെക്ടാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. സർചാർജും ഒരു മണ്ണിന്റെ ഒപ്പം കാണിക്കും വരുമ്പോൾ നമ്മൾ എന്താണ്, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അത്. നമ്മൾ എന്തായിരിക്കും, ഒരു റെക്ടാംഗിളും ഒരു ട്രയാംഗിളും വരുന്ന പോലെ ആയിരിക്കും അതിന്റെ കമ്പൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സർചാർജ് ആണ്. അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. വരുന്ന മെന്റിയിൽ നമുക്ക് പ്രോബ്ലംസ് ഉൾപ്പെടുത്താം. അപ്പൊ ഞാൻ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മെന്റുകളിൽ അതിന്റെ ബേസ് ആയിട്ടും ഇപ്പൊ എർത്ത് പ്രഷറിന്റെ എന്താണ് ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് അടുത്ത സെഷനിൽ പോവാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ഫിഗർ ക്ലിയർ ആണോ? ഇത് ഇത്ര എനിക്ക് വലുതാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അതിന്റെ L ഡിസ്റ്റൻസ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു ഈക്വൽ ലോഡ് ആക്ട് ചെയ്യാണ്. സോ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്നത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയാ. അപ്പോൾ ക്ലാരിറ്റി കുറവില്ല. ഓക്കെ, സോ 78 പേര് ശരിയാക്കിയിട്ടുണ്ട്. സോ അതിന്റെ ഫിഗർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ BC എന്നുള്ളത് എന്താണെങ്കിലും അവിടെ 0 ആയിരിക്കും, അവിടെ ഷിയർ ഫോഴ്സ് ഒന്നുമില്ല. ആൻഡ് ഈക്വൽ ലോഡ് ആണ്, ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസും ആയിരിക്കും എടുക്കുമ്പോൾ. സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. സോ ഷിയർ ഫോഴ്സ് അറ്റ് AB എന്ന് പറയുന്നതും ഷിയർ ഫോഴ്സ് അറ്റ് CD എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമുക്ക് PSC ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം. സോ ഈ ഇങ്ങനെ വരുന്ന അതിന്റെ ഫിഗറും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ മനസ്സിലാലോചിക്കുക എപ്പോഴാണ് ആ ഒരു ഡയഗ്രാം ഇങ്ങനെയാവുക, എപ്പോഴാണ് കർവ് വരിക, എപ്പോഴാണ് നമ്മളുടെ പരാബോളിക് ആവുക. ആ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണ്. ബിക്കോസ് ഇതിന്ന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. സോ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒരു റെജീം ചാനലിന്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ.
ഓക്കെ, സോ എത്ര പേര് ശരിയാക്കി? 67 പേര് ശരിയാക്കി. റെജീം ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽട്ടിങ്ങോ സ്കോറിങ്ങോ ഒന്നും ഇല്ലാത്ത പക്ക അല്ലെ ചാനലാണ്. സോ അതിന്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 100 MQ/s ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സിംപ്ലി പെരിമീറ്റർ ഓഫ് റെജീം ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.75 √Q ആണ്. സോ Q ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Q ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പൊ 100 m³/s തന്നിട്ടുണ്ട്. സോ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 47.5 meter is the right answer. ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്ന് നമുക്ക് ചോദിക്കാം, ഓരോ റെജീം തിയറിയും കാര്യങ്ങളൊക്കെ വെച്ച് അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ ചോദിക്കാം. അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എയ്ഡ് സിലബസിൽ തന്നെ എക്സ്ട്രാ പറയുന്ന ഒരു പോർഷൻ തന്നെയാണ്. സോ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൂവിങ് ഓൺ ടു 20th question. നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അധികം സമയം അതിന് തന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ലേസീംസ് റെജീം തിയറി പ്രകാരം വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് QF² / 140 ഹോൾ റേസ് ടു 1/6 ആണ് അല്ലെ. Q എന്ന് പറയുന്നത് ഡിസ്ചാർജും F എന്ന് പറയുന്നത് സിൽ ഫാക്ടറും ആണ്. 1.76 √D അല്ലെ, പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ F കണ്ടുപിടിക്കുക. അപ്പൊ അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ തന്നതുകൊണ്ട് V എന്തിനൊക്കെ പ്രപ്പോർഷണൽ ആണ്? QF² ഹോൾ റേസ് ടു 1/6 പ്രപ്പോർഷണൽ ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും അത് ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അവസാനത്തെ ലീഡർ ബോർഡിലേക്ക് കൂടെ ഒന്ന് പോവാം. മൂവിങ് ഓൺ ടു ലീഡർ ബോർഡ്. ഓക്കെ, ആകാശ് തന്നെയാണോ ഫസ്റ്റ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആകാശ് തന്നെയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആകാശ്. സെക്കൻഡ് ആളുടെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിമ, മൃദുല, ദേവി, അമൽ, ജോ, വിപിൻ, സേറ. ഓക്കെ, എന്നിവരാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഉള്ളത്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മെന്റി? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റിയോ? ഓക്കെ, അപ്പൊ ഞാൻ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്ത് നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് വഴി ജസ്റ്റ് ഒന്ന് കയറുക. നമ്മളുടെ ഇപ്പൊ നടന്നിട്ടുള്ള മെന്റിയുടെ റെക്കോർഡിംഗ് സെഷനും അതുപോലെ തന്നെ PDF-ഉം നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലായിരിക്കും അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഗായത്രി ആരോ സൈൻ ഇൻ ചെയ്യാൻ പറ്റണില്ല ആപ്പിലേക്ക് എന്ന് പറഞ്ഞിരുന്നു. ഗായത്രി, ഞാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പൊ കാർഗിൽ CJ കാർഗിൽ ഗുഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് താങ്ക് യു വെരി മച്ച്. ജിതിൻ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിതിൻ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് തന്നെ പഠിക്കുക. ടോപ്പിലേക്ക് എത്തുക. നിങ്ങൾ സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യനിലൂടെ ദിവസങ്ങളിൽ കടന്നു പോവുക. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരിക. ഓക്കെ, കൂടുതൽ ആൾക്കാർ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് A ലെവലിലുള്ള സബ്ജക്റ്റ് ആണ് കുറച്ചുകൂടെ ആവശ്യം. അപ്പോൾ വേറൊരു കാര്യം, നമ്മുടെ ഈ ക്ലാസ്സുകളിലും UPSC ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പൊ അതും പറ്റുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും കോഴ്സിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ. ഓക്കെ, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം. വി ആർ റെഡി ടു ഹെൽപ്പ്. ഓക്കെ, സോ പ്രസന്റേഷൻ നന്നായിട്ട് പറയുന്നുണ്ട്. മാം ക്ലാസ് എടുക്കാനുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം നിങ്ങളെ ഈ എക്സാമിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് എടുക്കുക. കൂടാതെ മെന്റി എല്ലാ ദിവസവും, നാളെ ഉണ്ട്, ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള പോലെയും നമ്മുടെ അവസാനം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് മെന്റി ചെയ്യാം. സോ നാളത്തെ മെന്റിയിൽ നിങ്ങൾ 6:30 നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരാം. നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് കൂൾ ഓഫ് ചെയ്യാം. അതർ ഹാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെയാണ് വീക്കർ സൈഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ എല്ലാവർക്കും
നല്ലൊരു രാത്രി, ഓക്കെ, ഒരു ഗുഡ് നൈറ്റ് ഞാൻ ആശംസിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക, ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ ചെയ്തു നോക്കുക, പ്രോബ്ലംസും കാര്യങ്ങളും ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഇൻസ്പയറിന്റെ ക്ലാസ്സുകൾ ഈ അടുത്തിടയ്ക്കാണ് ഞാനും കാണാൻ ഇടയായത്. ഓക്കെ, വളരെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ്. ആൻഡ് മോക്ക് ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് അപ്പോൾ കാണാനായിട്ട് പറ്റും, നമുക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്യാനും പറ്റും. ഈ ഒരു അവസരത്തിൽ ഏറ്റവും നമ്മളെ റാങ്ക് ഇംപ്രൂവ്മെന്റ് സഹായിക്കുന്ന കാര്യമാണ്. ആൻഡ് എന്നെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുത്തിയ കാര്യം, അത് ഓൾറെഡി ക്രാക്ക് ചെയ്തവരാണ് അതിലെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ജെന്യുവൻലി അത് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നി. സോ ക്ലാസ്സുകളാണെങ്കിലും നമ്മളിപ്പോ ബാച്ച് ആയിട്ടില്ല, ബാച്ച് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, പക്ഷെ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, സോ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? സോ നാളെ 6:30 നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരിക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.